എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോ എന്തിനു പോവാ? സർപ്രൈസ് റിവീൽ. പുതിയൊരു മെമ്പറെ കൊണ്ടുവരാനായിട്ട് ഇവിടെ ഒഴിവാക്കിയിട്ട്. അയ്യോ, എന്നെ ഒഴിവാക്കാൻ പോണു. തമ്പനയില് അപ്പൊ ഏതാന്നുള്ളതൊക്കെ വഴിയാ നമ്മൾ കാണിച്ചു തരും. അതെ, വീഡിയോ എൻഡ് വരെ കാണണം. അപ്പൊ ഞങ്ങൾക്ക് പാലക്കാട് വരെ ട്രാവൽ ചെയ്യണം. ബാക്കി ക്ലിപ്സ് എല്ലാം വഴിയാ വരും. അങ്ങനെ ഞങ്ങൾ പോകാൻ തയ്യാറെടുത്തിട്ട് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കണ്ടവർക്ക് ചിലവർക്ക് അതിൽ പക്ഷേ ലെങ്തി ഇല്ല. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കണമെന്ന് മാത്രം. നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കണം, അതെ, അത്ര തന്നെ. അപ്പോൾ ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഘട്ടമായ ഓട്ടോയിൽ കയറി നമ്മൾ ലക്കിടി പോയി അല്ലേ? ലക്കിടിന്നായിരുന്നു നമുക്ക് വെച്ചല്ലേ. നോക്ക്, ചീരപ്പുഴ പുഴ. കുറച്ച് വെള്ളമൊക്കെ കുറവായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് 4-4:30 മണിക്ക് എത്തണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ലക്കിടി എത്തി. പിന്നെ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് പിടിക്കണം. പിന്നെ അവിടുന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് നിന്നതും കിട്ടി. ബസ്സിൽ കയറി. പിന്നെ അവിടുന്ന് ഒരു 30 മിനിറ്റ്സാണ് നമുക്ക് അങ്ങോട്ട്. 30 മിനിറ്റ്സ്. അതെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയൊരു അബദ്ധം കൂടി പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ് എക്സാക്ട് ലൊക്കേഷനിൽ ഇറങ്ങാത്ത കാരണം 3 കിലോമീറ്റർ നടക്കേണ്ടി പിന്നിലിറങ്ങി അത് നടന്ന് കവർ ചെയ്യേണ്ടി വന്നു. ഒരു ഓട്ടോ പോലും ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞങ്ങൾ എത്തിപ്പെട്ടി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് വണ്ടി എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഏതാണ് ബ്രാൻഡ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വീഡിയോസ് ഇടണം എന്നുള്ള ഇത് കൊണ്ടാണ് അങ്ങനത്തെ ഇത് അത് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം. നല്ല എന്താ പറയുക, റോയൽ എൻഫീൽഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഞങ്ങൾ ഏതെടുക്കാൻ പോകണമെന്നുള്ളത് അല്ലേ? നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരുന്നത്. ഇപ്പൊ നമ്മളുള്ളത് പാലക്കാട്, അതെ, കല്ലേക്കാട് റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് എല്ലാം ചുറ്റിക്കാണാം. ക്ലാസിക് എന്നൊരു വികാരമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ സീറ്റ് കളർ ഇഷ്ടമല്ല. എനിക്ക് ബ്ലാക്ക് സീറ്റാണ് ഇഷ്ടം. 350. എന്തല്ല അതിൻ്റെ ലുക്ക് നോക്കിയേ. ഇന്ന് ഇവരുടെ ലോഞ്ചായിട്ടുള്ള പുതിയ മോഡലാണ്. ഇതാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ GT. നിന്നെ കാണാനില്ലല്ലോ. ഇത്രയൊക്കെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരും മനസ്സ് കവർന്നത് ഇവരാരുമല്ല. അത് ചിക്കൻ വരാൻ പോകുന്നു. കിങ് എപ്പോഴും ലാസ്റ്റ് ആണല്ലോ എന്താ പറയുക, എൻട്രി ചെയ്യുള്ളൂ അല്ലേ. പിന്നെ ഇവിടുത്തെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. 100ൽ എത്ര കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 0.05 എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു മാനേഴ്സ് ഇല്ലാത്തൊരു എന്താ പറയുക നമുക്ക് സർവീസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യിപ്പിച്ചു. അതെ അതെ. പ്രത്യേകിച്ച് പറയണം, പാലക്കാട് കല്ലേക്കാട് PVR ഒട്ടും നമ്മൾ ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ആ സമയത്ത് നമുക്ക് വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് അതെ, എന്തോ ഭാഗ്യത്തിന് വണ്ടി ഡെലിവറി കറക്റ്റ് ടൈമിൽ കിട്ടി. എങ്ങനെയുണ്ട് നമ്മുടെ ആൾ? ഒന്നും പറയാനില്ല. ആ മൊമെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, ഈ അതും സ്ലോ മോഷനിൽ കയറ്റിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി. അതെ. അപ്പോൾ അങ്ങനെ കീ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ അവരും നമ്മുടെ അടുത്ത് ചോദിച്ചു, അവർക്ക് കുറച്ച് പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളത്. കാരണം അവർക്ക് എന്തോ അത് സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ചെയ്യാനായിട്ടാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഫോർവേഡ് ചെയ്തു. ഈ കളറ് നമുക്ക് എത്രത്തോളം ഇതിൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്താ പറയുക, ഒരു രക്ഷയില്ല തന്നെ പറയാം. കാരണം ബ്ലാക്ക് ഓക്കെ, അതൊരു ഐക്കോണിക് കളറാണ്. പക്ഷേ ഇത് മെറൂണാണ് കളർ വരുന്നത്. മെറൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് അറിയില്ല. അതൊരു വിൻറ്റേജ് അത് നേരിട്ട് കാണണം. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കളർ ഓപ്റ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ പല കളറും ഞാൻ പണ്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഡിഫറെൻറ്റ്, ബിയോണ്ട് ദി ലിമിറ്റ് അല്ലേ. അപ്പോൾ ശരിയല്ലേ പറഞ്ഞത്, ബിയോണ്ട് എക്സ്പെക്റ്റേഷൻ അല്ലേ. അങ്ങനെ പിന്നെ അവർ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അതെ അതെ. അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ, അതിൻ്റെ എന്താ പറയുക സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങൾ നമ്മൾ അതുപോലെ
കിലോമീറ്റർ നമ്മുടെ സർവീസ് എത്ര ഇതിലാണ് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ അവസാനം ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയെ കുറിച്ചിട്ട് ഡീറ്റെയിലിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യാം. ബൈക്ക് റിവ്യൂ അല്ലേ, അതെ. അതെന്തായാലും ഇതിന് പുറകെ വരും, പക്ഷെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കാണുന്നവരെ ബൈ. See you.